അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുൾ കൾച്ചർ, നമ്മൾ ഫുഡ് ആഹാരത്തെ കാണുന്ന ഒരു മനസ്ഥിതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? കസ്റ്റമേഴ്സിനാണെങ്കിലും പലർക്കും പല എക്സ്പെക്ടേഷൻ ആണ്, ഒരേ എക്സ്പെക്ടേഷൻ അല്ല. അതിനകത്ത് ആ ഫുഡ് ഇൻഡസ്ട്രിക്കും അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇപ്പം നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് ആ എക്സ്പെക്ടേഷൻ നമ്മൾ ഓപ്പൺ ആയിട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ചേട്ടാ ഇന്നൊരു പരിപാടി ഉണ്ട്, നല്ലതാണെങ്കിലും പറയും എന്തെങ്കിലും ഒരു സാധനം ചേട്ടാ ഇന്ന സാധനത്തിൽ വർക്കായില്ല കേട്ടോ, അത് ഒന്ന് ശ്രദ്ധിക്കണേന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെയും മോശം എക്സ്പീരിയൻസ് ആണെങ്കിലാണ് നീ വേണേ കഴിച്ചിട്ട് പോടെ ഈ മോഡൽ ആൾക്കാരോട് നമുക്ക് ഇറിറ്റേഷൻ വരും. വണ്ടികൾ ഇതുപോലെ ഒരു വണ്ടി ഒരാൾക്ക് ഭയങ്കര വർക്കായിരിക്കും, മറ്റൊരാൾക്ക് അത് ചിലപ്പോൾ കാലത്തെത്തില്ല, ചിലപ്പോൾ സ്റ്റിയറിംഗ് നീളം കൂടുതൽ അല്ലെങ്കിൽ അടുത്തായിരിക്കും. വണ്ടികളുടെ കാര്യം പറയുമ്പോഴേ അത് ഓരോരുത്തരുടെ പേർപ്പസ് കൂടെ ഉണ്ട്. ഞാനൊരു MG കോമറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ XUV700 ഉപയോഗിക്കുന്നുണ്ട്. കോമറ്റ് ഉണ്ട്. അപ്പോൾ എവിടെ പോയിട്ടുണ്ട്? അതിന്റെ മാക്സിമം റേഞ്ച് ഉപയോഗിക്കാവുന്ന അത്രത്തോളം ദൂരമൊക്കെ പോയിട്ടുണ്ട്. അതായത് തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു പ്രാവശ്യം കോട്ടയം പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് വിതൗട്ട് ചാർജിങ് ഇൻ ബിറ്റ്വീൻ. ഇലക്ട്രിക് വണ്ടി ഓൾമോസ്റ്റ് ഒരു ആ പെർഫോമൻസിന്റെ കാര്യത്തിൽ വൻ വ്യത്യാസമായിരിക്കും. ഒരു പാസഞ്ചർ കാർ നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു വണ്ടിയും ഇലക്ട്രിക് വണ്ടിയും അതിന്റെ പെർഫോമൻസ് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇലക്ട്രിക് വണ്ടി തന്നെ നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടം തോന്നുന്നത് ഇലക്ട്രിക് വണ്ടി ഓടിക്കാനായിട്ടാണ്.